ജെസുവിറ്റ്സിൽ ചേരുന്നതിന് മുമ്പ് ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. ഐ ഗ്രാജുവേറ്റഡ് ഫ്രം IIT Mumbai in 2002 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിനുശേഷം ഡൽഹി ജോലി ചെയ്തതിന് ശേഷം ഐ വെൻറ്റ് ടു ദി UK, ലണ്ടനിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. ഐ വാസ് എ ക്രെഡിറ്റ് റിസ്ക് അനലിസ്റ്റ്. അവിടെ 5 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈശോ സഭയിൽ ചേരുന്നത്. എൻ്റെ പേര് കെൻസി ജോസഫ് മാമൂട്ടിൽ. ഈശോ സഭ ബ്രിട്ടീഷ് പ്രവിശ്യയുടെ അംഗമാണ്. ദാറ്റ് മീൻസ് ഐ എം എ മെമ്പർ ഓഫ് ദി ബ്രിട്ടീഷ് പ്രൊവിൻസ് ഓഫ് ദ സൊസൈറ്റി ഓഫ് ജീസസ്. സൊസൈറ്റി ഓഫ് ജീസസ്, അതായത് ഈശോ സഭ ജെസുവിറ്റ്സ് അല്ലെങ്കിൽ ജെസ്യൂട്ട് ഓർഡറിൽ നിന്നും അറിയപ്പെടും. IITയിൽ എൻ്റെ ഫൈനൽ ഇയറിലാണ് ഈ ഗുജറാത്ത് റയറ്റ്സ്, അതായത് ശബർമതി എക്സ്പ്രസ് ബേണിങ്ങും അതിൻ്റെ റിറ്റാലിയേഷനിൽ, if I remember correctly, it was up to 2000 people were killed in those riots. അപ്പോൾ ആ സമയത്ത് ഓൺ ക്യാമ്പസ് വളരെ ഒരു അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഐ മീൻ നോട്ട് ഇൻ എ പൊളിറ്റിക്കൽ സെൻസ് ബട്ട് ഇൻ എൻ ഇൻ്റലക്ച്വൽ സെൻസ്. കാരണം IIT campus is full of intellectuals. But there was lots of debate and discussion and philosophical thinking. അപ്പോൾ ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ആസ് എ മെമ്പർ ഓഫ് എ മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ ദിസ് കൺട്രി, പലപ്പോഴും ഐ ഫൗണ്ട് മൈസെൽഫ് എക്സ്പ്ലോറിങ് സം ഓഫ് ദീസ് ഇഷ്യൂസ് ഡീപ്പർ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ദ റീസൺ വൈ ഐ ഫെൽറ്റ് ഐ ഷുഡ് ലേൺ മോർ അബൌട്ട് മൈ ഫെയ്ത്ത്. കാരണം ഈ ഡിസ്കഷൻസിൽ പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കും, കെൻസിയുടെ പൊസിഷൻ എന്താണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആസ് എ ക്രിസ്ത്യൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഓഫ് ദിസ്. അപ്പോൾ അത് എന്നിലൊരു ഡിസയർ, ഒരു ആഗ്രഹം, ഇൻഡ്യൂസ്ഡ് ഡിസയർ ടു ലേൺ മോർ. അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ തന്നെ കണ്ടുപിടിക്കണം. ആ സമയത്ത് ഐ ബിഗാൻ ടു ഡിസ്കവർ ദാറ്റ് ദ കാത്തലിക് ട്രഡിഷൻ ആക്ച്വലി ഹാസ് എ ഡീപ്പ് ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ. അതായത് നമ്മുടെ കത്തോലിക്ക ഇൻ്റലക്ച്വൽ ട്രഡിഷനിൽ വളരെയേറെ ഗ്രേറ്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ്, തത്വശാസ്ത്രജ്ഞന്മാർ, തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ, സെയിൻറ്റ് തോമസ് അക്വൈനസ്, ഈവൻ 20th സെഞ്ച്വറിയിലെ പോപ്സ് പോലും, പോപ്പ് ജോൺ പോൾ II, പോപ്പ് ബെനഡിക്റ്റ് XVI, ഇവരൊക്കെ ഗ്രേറ്റ് മൈൻഡ്സ് ആണ്. അപ്പോൾ കാത്തലിക് ഫെയ്ത്തിനൊരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ട്രഡിഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാകുന്ന ആ സമയത്താണ്. ആൻഡ് ഇൻ എ വേ ദാറ്റ് വാസ് ഇൻഡയറക്ട്ലി ബിക്കോസ് ഓഫ് ഓൾ ദി ഡിസ്കഷൻസ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡിബേറ്റ്സ് അറൗണ്ട് ദി ഗുജറാത്ത് റയറ്റ്സ്. അങ്ങനെ അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദ വേസ് ഇൻ വിച്ച് ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു മൈ തിങ്കിങ്. എൻ്റെ ഡാഡിയും മമ്മിയും ഇവിടെ സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് പാലാരിവട്ടം ചർച്ചിൻ്റെ പരീഷണേഴ്സാണ്. എൻ്റെ അനിയൻ കെവിൻ ജോസഫ് ഇവിടെ ഒരു ഡോക്ടറാണ്, തൊടുപുഴയിൽ താമസിക്കുന്നു. സോ ഐ ഹാവ് ലോങ് ലിങ്ക്സ് ടു ദിസ് പാരിഷ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസസ് ഓഫ് കോഴ്സ് ഏതൊരു വൊക്കേഷൻ സ്റ്റോറിയിലും ഫസ്റ്റ് ഇൻഫ്ലുവൻസ് പേരൻസിൻ്റെയാണ്. മൈ പേരൻസ് ആർ ദ വൺസ് ഹു ടോട്ട് മീ ടു പ്രേ. ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് തന്നെ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെയാണ്. അപ്പോൾ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ കാറ്റക്കിസ്റ്റ്, ടീച്ചേഴ്സ്. I've been very fortunate to have many inspiring Christian examples, both Catholics and non-Catholics. അതും മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് എ വൊക്കേഷൻ സ്റ്റോറിയിൽ പലപ്പോഴും ഒരു എക്യുമെനിക്കൽ ഡിമെൻഷനും കാണും. അപ്പം നോൺ കാത്തലിക്സും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വൊക്കേഷനാണ് എൻ്റേത്. ഓൾദോ ഐ എം വെരി മച്ച് എ കമ്മിറ്റഡ് കാത്തലിക്.
കെൻസിമോനും കെവിൻമോനും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ എനിക്കൊരു ശീലമുണ്ടായിരുന്നു. ഓഫീസിൽ പോകുന്നതിന് മുൻപ് വെളുപ്പിനെ ഡാഡിയെയും മക്കളെയും വിളിക്കുന്നതിന് പകരം ഞാൻ ഡിവോഷണൽ സോങ്സ് രാവിലെ വെളുപ്പിനെ തൊട്ടങ്ങിടുമായിരുന്നു. അത് കേട്ടാണ് ഈ പിള്ളേരും തങ്കച്ചായൻ ഓഫീസിൽ പോകാനും പിള്ളേർ സ്കൂളിൽ പോകാനും എഴുന്നേറ്റ് വരുന്നത്. വിളിക്കുന്നതിന് പകരം ആ ഡിവോഷണൽ സോങ്സ് ബാല്യം തൊട്ടേ ഇങ്ങനെ കേൾക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു ദൈവത്തിലേക്ക് മക്കളെ അടുപ്പിക്കാനായിട്ട് കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസം. എല്ലാ കാലഘട്ടത്തിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിരുന്നു മകൻ്റേത്. അത് വേദോപദേശ ക്ലാസ്സിലായാലും പിന്നീട് അൾത്താരപാലകനായിട്ടായാലും പിന്നീട് അതിനുശേഷം യൂത്തിൻ്റെ അവിടുത്തെ നമ്മുടെ പള്ളി സംബന്ധമായ നമ്മുടെ സീറോ മലബാർ സഭയുടെ യുവാക്കളുടെ ഒരു സംഘടന തന്നെ ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായി പൗവത്തിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് കെൻസി. അങ്ങനെ നിരന്തരമായിട്ടും ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ MBAക്കുള്ള എൻട്രൻസ് GMAT ഫുൾ സ്കോർ ചെയ്ത IIT കഴിഞ്ഞപ്പോൾ IITയിൽ ടോപ്പായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കണക്ക് മാത്സിനും സയൻസിനും ഒക്കെ 100-ൽ 100 CBSEയിൽ വാങ്ങിച്ച് റെക്കോർഡിട്ട ആളാണ്. അപ്പം പഠിത്തത്തിൽ വളരെ ഉത്സാഹം കാണിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, പരീക്ഷാ സമയത്ത് 1:30-2 മണിക്കൊക്കെ കെൻസി മോൻ്റെ മുറിയിൽ വെട്ടം കാണും. വെട്ടം കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്ന്, ഞാൻ ഇടയ്ക്കെങ്ങാനും ഉണർന്ന് പഠിക്കുകയായിരിക്കും, ഇനിയെങ്കിലും കിടന്ന് ഉറങ്ങേ, ഇപ്പം സമയം ഇത്രയായെന്ന് പറയാൻ ചെല്ലുമ്പോൾ വൈകാരികമായി പോകും. ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് ലുത്തിനിയ ചൊല്ലുന്ന, ജപമാല ചൊല്ലുന്ന ഇവനെയാണ് കാണുന്നത് രാത്രി 2 മണിക്കൊക്കെ. അപ്പം ഒന്നും മിണ്ടാതെ തിരിച്ചു പോകും. അന്നേരമൊന്നും ഒരുപക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊരു വഴിയിലേക്ക് മാറാനുള്ള ഒരു തുടക്കമാണതെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. കെൻസിമോൻ ബാല്യം മുതലേ ഭയങ്കര ക്വയറ്റായിരുന്നു, ശാന്തത ഒത്തിരിയുള്ള മകനായിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളാണ് മോനു വലിയ ഇഷ്ടം. കരുണയാണ്, എല്ലാ പാവങ്ങളോടും കരുണയാണ്. അമേരിക്കൻ കമ്പനിയായ ക്യാപിറ്റൽ വണ്ണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ മോനോട് പറഞ്ഞു അടുത്ത വരവിന് കല്യാണം ആലോചിക്കട്ടായിരുന്നു. അന്നേരമായി ഇത് ആദ്യമായിട്ട് മോൻ അവതരിപ്പിക്കുന്നത്. അത് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ നീട്ടിപ്പോയി. പലരും അറിയാവുന്നവരും ഒക്കെ ആലോചിച്ചപ്പോഴും ഒക്കെ അതിൽ നിന്നെല്ലാം തെന്നി മാറുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ഇത് പറഞ്ഞു, എൻ്റെ ലൈൻ അതല്ല. ഈ ട്രോഫി എല്ലാം കാണിച്ചിട്ട് പറയും ഇതൊന്നും ഈ ലോകത്തൊന്നും അല്ല, ശമ്പളമൊന്നുമല്ല, വിവാഹ ജീവിതം എനിക്ക് വേണ്ട, അതെൻ്റെ ലൈനല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിൽ ചേരണം എന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ആലഞ്ചേരി പിതാവ് ഒരു സെൻറ്റൻസ് പറഞ്ഞു. ഇത് ഞാൻ 10-15 വർഷം മുമ്പ് മോനെ ഈ വിടുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഹോളി ലാൻഡിൽ വെച്ച് പറഞ്ഞ അതേ സെൻറ്റൻസ് ഇന്നലെ ആലഞ്ചേരി പിതാവ് പറഞ്ഞു എന്നോട്. ഒരു മോനെ ശരീരത്തിൻ്റെ ചികിത്സയ്ക്കും ഒരു മോനെ ആത്മാവിൻ്റെ ചികിത്സയ്ക്കും വിട്ടുകൊടുത്തു അല്ലേ എന്ന് ചോദിച്ചു. ഞാനിത് അന്ന് അവിടെ വെച്ച് പറഞ്ഞതാണ്. ഞാൻ ഒരു മോനെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനും ഒരാളെ ശരീരത്തിൻ്റെ ഞാൻ വിട്ടുതരാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അത് ഇന്നലെ അങ്ങനെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് സന്തോഷമുണ്ട്. പുതിയ ഈ വർഷം നമുക്ക് പുതിയ വികാരിയച്ഛനും കൊച്ചച്ഛനും എല്ലാം വന്നു. അവരൊക്കെ ഇത്ര അധികം സന്തോഷത്തോടുകൂടിയും ആത്മാർത്ഥതയോടും കൂടിയും ഇതൊരു വലിയൊരു ഉത്സവമാക്കി മാറ്റാനായിട്ടുള്ള മനസ്സ് പറഞ്ഞപ്പം എനിക്ക് സത്യത്തിൽ അഭിമാനവും സന്തോഷവും എന്താണെന്നറിയില്ല. ഈ ഇടവകക്കാരും ഇടവക മേലധ്യക്ഷരും എന്ന് വേണ്ട എല്ലാവരും, ഈവൻ യൂത്ത് വിങ്ങും എല്ലാം
എല്ലാവരും ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് മുന്നിലുണ്ടെന്ന് അറിഞ്ഞപ്പം വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. എല്ലാവർക്കും നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയും കൂടെ ചെയ്യും. Blessed are you, Lord God of all creation. Thanks to your goodness, this bread we offer, fruit of the earth, work of our hands. It will become the bread of life. Blessed be God, blessed be God, blessed be God forever. Amen. Blessed be God. Blessed be God, blessed be God forever.